ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നിട്ട് വേറെ ഒന്നുമല്ല. എൻ്റെ ഫസ്റ്റത്തെ ഫോൺ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാരണം മാത്രമാണ് നമുക്ക് അല്ലേ വീഡിയോസിലാകത്തെ. കാരണം എന്ന് വെച്ചാൽ ദച്ചുവിൻ്റെ ആദ്യത്തെ ചോറൂണിൻ്റെ ചോറൂണിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇടാൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഫോണിലായിരുന്നല്ല. അതെന്ന് വെച്ചാൽ പകുതി ഇതിലും പകുതി അതിലുമായിട്ടൊക്കെയാണ് ആയിപ്പോയത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം ഫസ്റ്റ് നമ്മൾ തുടക്കം ഒരു എത്ര മിനിറ്റ്, ഒരു 4-5 മിനിറ്റ് അല്ലേ, 4-5 മിനിറ്റ് വീഡിയോ ക്ലിപ്സ് എല്ലാം അതിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ആക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് കമ്പനിയിൽ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അത് 2-3-4 ദിവസം എടുക്കും. അപ്പോൾ ഈ മാസം നമ്മൾ അധികം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ചോറൂണിന്റെ വീഡിയോ തന്നെ നമ്മള് അത് ബാക്കി ഭാഗം തൊട്ട് ഇടാം എന്നാണ് കരുതിയത്. കാരണം ഫസ്റ്റത്തെ ഭാഗം എന്ന് വെച്ചാൽ അമ്പലത്തില് ഫോൺ അലോഡ് അല്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ വെച്ച് കുറച്ച് ഏകദേശം കവർ ചെയ്യാനുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ അല്ലേ, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ നമ്മൾ കുറച്ചെടുത്തായിരുന്നു. എന്നെ കിടന്ന് പിടിക്കുകയാണ്. കുറച്ചെടുത്തായിരുന്നു. പിടിച്ചോ. ഹലോ പറ. ഹലോ 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 പറ. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തായിരുന്നു. ഓക്കെ കുറച്ച് നമ്മൾ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ നമ്മൾ കുറച്ചെടുത്തായിരുന്നു. അപ്പൊ ഇനി നമ്മൾ അതിന്റെ ബാക്കി ഭാഗം ഇടാന്ന് വിചാരിച്ചു. കാരണം അവനെ ഇവിടെ വീട്ടില് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ചോറ് കൊടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് ജസ്റ്റ് ഒരു എത്ര ഒരു 4-5 മിനിറ്റ് കാണത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നും വിചാരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. നീ പോണം ഫോണിനകത്ത് കളിപ്പിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഗൈസ് വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ പിടിച്ചോളാം. വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എല്ലാവരും എനേബിൾ ചെയ്യുക. ഇത് ഞാൻ ആദ്യമേ പറയേണ്ടതാണ്, പക്ഷേ ഇപ്പോഴും ഇടയ്ക്കാണ് പറയുന്നത്. പറഞ്ഞു പോയപ്പോൾ ആ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി. ഹായ് പറ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ വരുമ്പം പൊളിയായിരിക്കും, പേടിക്കണ്ട. ചെയ്യാൻ നോക്കാം. കാരണം വെച്ചാൽ ഞാൻ ഇപ്പം കംപ്ലൈൻറ്റും ആണ്. പിന്നെ ഞാൻ ഇപ്പം പഴയ ജോലി തന്നെ ഞാൻ പോകുന്നുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ടും ചെറിയ ടൈം കിട്ടുന്നില്ല. എന്നാലും മാക്സിമം ചെയ്യാമല്ലേ, മാക്സിമം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ദച്ചുവിൻ്റെ ചോറുകൊടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് വീട്ടിൽ നിന്ന് ചെറിയ വിലയൊക്കെ ഇട്ട് സദ്യ കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സദ്യയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും അകത്തുണ്ട്. അപ്പം നമുക്ക് ദച്ചുവിന് ആ ചെറിയൊരു ഊണ് കൊടുക്കണതാണ്. ഓക്കെ, ദച്ചുവിനുള്ള ചോറൂണിന് നമ്മൾ വീട്ടിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇലയിലിട്ട് അങ്ങനെ സെറ്റായിട്ട് വയ്ക്കുകയാണ്. ഇഞ്ചി കിച്ചടിയുണ്ട്, പിന്നെ വേറെ തോരൻ, കിരത്തോരനാണ് കേട്ടോ. കിരത്തോരനുണ്ട്, പിന്നെ പയറ് തോരനുണ്ട്, ചക്ക അവിയൽ സ്പെഷ്യലാണ് കേട്ടോ. ദച്ചുവിനെല്ലാം കഴിക്കാം. പൊളിയാണെന്ന് അവിയലുണ്ട്. ചെറിയ രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്തത്. ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നുമില്ല. ഫിഷൊന്നുമില്ല കേട്ടോ. ഇന്ന് വെജിറ്റേറിയൻ മാത്രമാണ് നമ്മൾ ഫുഡ്. ഇന്ന് ചോറൂണായതുകൊണ്ട് ഓക്കെ. ഇനി ശരം ചോറ് എല്ലാ ഐറ്റം കറികളുണ്ട്. പപ്പടം ഒരൽപ്പം നിൽക്കി. ഇനി അതിൻ്റെ പുറത്ത് ഒരൽപ്പം പരിപ്പ് ഒഴിച്ചു കൊടുക്കണം. പരിപ്പ് എന്നില്ലേ ഇനി ശരം സാമ്പാർ കൂടെ ഉണ്ടേ. അപ്പോൾ സാമ്പാർ കൂടെ ആകുമ്പം നമ്മുടെ ദച്ചുവിൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഇനി ദച്ചുവിനിട്ട് കഴിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ദച്ചൂട്ടിന് ചോറ് കൊടുക്കാൻ പോവാണ് വീട്ടിൽ നിന്ന്. അവൻ ഭയങ്കര ഹാപ്പിയിലാണ്. ഇന്ന് മുതൽ ചോറ് കഴിക്കുക എന്നുള്ള ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ചേട്ടനാണ് കൊടുക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്ന വേഷമൊക്കെ മാറ്റി ദച്ചുവിന് മാത്രം അങ്ങനെ എല്ലാത്തിനും ഓരോന്നും എടുത്ത് കൊടുക്കുകയാണ്, കുഴച്ച് കൊടുക്കുകയാണ്. ദച്ചൂട്ടാ ചേട്ടൻ ഇങ്ങനെ എല്ലാത്തിനും
എടുത്ത് ഞാൻ അവർ കൊടുക്കാണ്. അവിയൽ, ചക്കത്തോരൻ, പയറ് നോക്കാണ് ചേട്ടനെ നോക്കണം. അവന് തന്നെ കൊടുക്കുന്നേന്ന്. കിച്ചടി, ഇഞ്ചി, പപ്പടം, പരിപ്പ്, സാമ്പാർ എടുത്തിട്ടോ. അപ്പം എല്ലാം കുഴച്ച് നമ്മുടെ തെച്ചൂട്ടിന് കൊടുക്കാൻ പോവാണ്. അഞ്ഞടാ അച്ചു അച്ചു കഴിക്കാണ്. വെള്ളം കൊണ്ടുവരൂ, ഓടി വരൂ, ഓടി വരൂ, അതായത് അച്ഛന് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി പായസം കൊടുക്കാണ്. അമ്മ വിളമ്പാണ് പായസം. നമ്മൾ സേമിയ പായസമാണ് വെച്ചത്. പഴവും വെച്ചിട്ടുണ്ട്. അച്ഛന് മധുരം കൊടുക്കാണ് വീട്ടിൽ നിന്ന്. അതിൽ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പായസം കുടിച്ചേ? പൊന്ന് പായസം കുടിച്ച പൊന്നെ. ചുന്തിരിയാണോ? അമ്മേന്റെ ചുന്തിരിയാണോ? പായസം വെച്ചിട്ട് ചുന്തിരിയാണോടി? പായസം കുടിച്ചു. അത് നല്ല മധുരം ആവുകൊണ്ടാണ് അത് കുടിച്ചത്. കഴിക്കാണ്, പായസം കുടിക്കാണ്. പായസം കുടിച്ചോ, പായസം കുടിക്കും. വാഴയിലെല്ലാം കീറി എടുത്ത് കണ്ട പായസം കുടിച്ച് മതി മതി മതി. ഇങ്ങനെയാണ് തെച്ചു ഇവിടെ പായസം കുടിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഗായ്സ്, നമ്മുടെ തെച്ചുവിന് ചോറൂണൊക്കെ കഴിഞ്ഞ് ഇനി മുതൽ എല്ലാം കഴിക്കാം കേട്ടോ. എന്നുവെച്ചാൽ കുറേശ്ശെ കൊടുക്കുവാണ്. 6 മാസത്തിലെ ആയോളൂ, അതുകൊണ്ട് കുറേശ്ശെ കൊടുക്കുള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്.